ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 8th-നും 9th-നും ഹിന്ദി എക്സാമാണ്. ഇപ്പോൾ മിസ്സ് 9th-ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 9th-ൽ നമുക്ക് ആദ്യത്തെ 2 യൂണിറ്റാണ് എക്സാമിനുള്ളത്. ചാപ്റ്റേഴ്സിൻ്റെ പേര് ഇവിടെ ഉണ്ട്: ജട്ട്പട്ട് ഓർ നട്ട്കട്ട്, ബഹുത് ദിനോं के बाद, ബൂട്ടി കാക്കി, ഘർ, ഫൂൽ. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചു വെക്കുക, ഫൂൽ വരെ എന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ 2 കവിതകളുണ്ട്. ബഹുത് ദിനോं के बाद എന്നൊരു കവിതയുണ്ട്, അതേപോലെ ഫൂൽ എന്ന രണ്ടാമത്തെ ഒരു കവിതയുണ്ട്. അപ്പോൾ ഈ 2 കവിതയിൽ നിന്നും എന്തായാലും നിർബന്ധമായിട്ടും ചോദ്യം വരുന്നത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയ ലിഖേം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന രമേശ് ഉപാധ്യായൻ്റെ കഹാനിയിൽ നിന്ന് നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ, ജട്ട്പട്ടിൻ്റെയും നട്ട്കട്ടിൻ്റെയും പ്രത്യേകതകൾ, അതേപോലെ ജട്ട്പട്ടിൻ്റെയോ നട്ട്കട്ടിൻ്റെയോ ഡയറി, അല്ലെങ്കിൽ ജട്ട്പട്ട് ഓർ മാം കെ ബീച്ച് കി ബാത്ചീത്ത്, അല്ലെങ്കിൽ നട്ട്കട്ട് ഓർ മാം കെ ബീച്ച് കി ബാത്ചീത്ത്. അതായത് ഈ നട്ട്കട്ട് നദിയിൽ വീണ് നദിയിൽ വീണ നട്ട്കട്ടിനെ ഏട്ടൻ ജട്ട്പട്ട് രക്ഷിച്ചു. ഈ കാര്യം അവർ വീട്ടിൽ വന്ന അമ്മയോട് പറയുന്ന ആ ഭാഗത്തിൻ്റെ ഡയറിയോ, അല്ലെങ്കിൽ ഈ കാര്യം അവർ ഫ്രണ്ട്സിനോട് പറയുന്ന ലെറ്ററോ പത്രോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് വരുന്നത് പോസ്റ്ററാണ്. അപ്പോൾ അത് പോസ്റ്ററും അതേപോലെ ആ ബാത്ചീത്തും ഒന്ന് കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. അതേപോലെ ഉള്ളത് കവിതേൻ്റെ കാര്യം മിസ് പറഞ്ഞല്ലോ. പിന്നെ ഉള്ളത് ഘർ എന്നുള്ള ഈ കഹാനിയാണ്. ഇതിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത് ഫർഹാദ് എന്ന ക്യാരക്ടറിൻ്റെ ചരിത്ര പർ ടിപ്പണി ലിഖേം എന്ന് പറഞ്ഞുവരും. അതായത് ഫർഹാദ് എന്ന ക്യാരക്ടറിൻ്റെ ടിപ്പണി നമുക്ക് എഴുതാൻ എളുപ്പമാണ്. എന്തെഴുതാം? നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ട സെൻറ്റൻസ് ശ്രീ പ്രഭാതിക്ക് ഘർ കഹാനി കാ മുഖ്യ പാത്രയെ ഫർഹാദ് അല്ലേ. പിന്നെ ഫർഹാദിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ നിങ്ങൾക്ക് സൂചനകളായിട്ട് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറിപ്പായിട്ട് എഴുതി വെക്കുക, പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ശ്രീമാൻ ഫർഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്: ഡയറി, പത്ര, കവിതാംശിക ആശയ്, ചരിത്ര പർ ടിപ്പണി, ലഘുലേഖ്, സഹി പ്രസ്താവ് ചുൻകർ ലിഖേം, സഹി മിലാൻ കരേം. സഹി മിലാൻ കരേ എന്നത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. സഹി ജോഡ ബനായേം എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. സഹി ജോഡ ബനായേം എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ശരിയായ ജോഡി കണ്ടെത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഉള്ളത് ബാത്ചീത്ത് അഥവാ വാർത്താലാപ്, കോൺവെർസേഷൻ. ഇത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഡയറി വരുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് നമുക്കറിയാം അല്ലേ. ആദ്യം ദിനാങ്ക് എന്ന് എഴുതണം അല്ലേ, ഡേ എഴുതണം, ആജ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അതേപോലെ അതിൽ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ദാ ദേ ദി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഡയറിക്കകത്ത് എന്ത് എഴുതാൻ പാടില്ല, ഇതാണ് എഴുതേണ്ടത്. ഡയറിക്ക് എന്ത് എഴുതാൻ പാടില്ല? ഹേ അല്ലേ, ഹേ. അതേപോലെ ഹോം, ഇതൊന്നും ഡയറിക്കകത്ത് എഴുതാൻ പാടില്ല. ഇത് എഴുതാൻ പാടില്ല, ഡയറിക്കകത്ത് എഴുതാൻ പാടില്ല. ഡയറിക്കകത്ത് എഴുതുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലായിരിക്കണം, ദാ ദേ ധി എന്നായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി കവിതാംശിക ആശയം എഴുതുമ്പോൾ കവിയുടെയും കവിതയുടെയും പേര് എഴുതിയിട്ട് തന്നിരിക്കുന്ന 4 വരിയുടെ ആശയമാണ് എഴുതേണ്ടത്, ശ്രദ്ധിക്കുക. ചരിത്രപർ ടിപ്പണി ഞാൻ പറഞ്ഞു. ലഘുലേഖ് അതേപോലെ ഏതെങ്കിലും ഒരു വിഷയം തരും, ആ വിഷയത്തിനെ കുറിച്ച് 4 സൂചനകളും തന്നിട്ടുണ്ടാവും, അത് വെച്ച് എഴുതാം. ഓക്കെ, പിന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം, അതിൻ്റെ സൈഡിലേക്ക് മാർക്ക് നോക്കുക. 3 മാർക്കിനാണെങ്കിൽ 3 സെൻറ്റൻസ് ഉണ്ടാവും. 4 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ 6 സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ 4 എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സൈഡിലേക്ക് നോക്കുക കേട്ടോ. അതേപോലെ സഹി മിലാൻ കരേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കോഷ്ടകിക്ക് സഹായതാസെ വാക്യ വിസ്താർ കരേം. കോഷ്ടകിക്ക് സഹായതാസെ വാക്യ വിസ്താർ കരേം. കോഷ്ടകി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം വരെയും പരിചയപ്പെട്ട വാക്യ പിരമിഡാണ് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത് കേട്ടോ. അത് 3 മാർക്കിനെയും കാണുന്നുണ്ട്, ചിലതിൽ 2 മാർക്കിനും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൈഡിൽ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതാം.
പിന്നെ വേറൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ഷുവർ ക്വസ്റ്റ്യനാണ് ഇതെന്ത് ये आशय वाली पंक्तियां चुनकर लिखें ये आशय वाली पंक्तियां चुनकर लिखें ഈ ആശയം വരുന്ന വരികൾ പങ്ക്തിയ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈൻസ് ആണ് വരികൾ പങ്ക്തിയ എന്ന് പറഞ്ഞാൽ ലൈൻസ് വരികൾ കണ്ടെത്തി എഴുതുക ഇതിന് 2 മാർക്കാണ് അത് കളയരുത് അത് ആ തന്നിരിക്കുന്ന 4 വരി കവിതയിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കവിതയാണ് കേട്ടോ സോറി ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് വിട്ടുപോകരുത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 മാർക്ക് ഇപ്പോൾ നമ്മൾ 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഇനിയുള്ളത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വിശേഷൺ ശബ്ദമാണ് വിശേഷൺ ശബ്ദം എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ അതേപോലെ സർവനാം ശബ്ദ സർവനാമിന് നമുക്ക് എന്താണ് സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നും ചോദിക്കാം സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് കേട്ടോ സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് നോക്കുക സഹി വികൽപ്പ് അത് ഏതാണ് ചോദിക്കുന്നത് ഈ സർവനാമാണ് കേട്ടോ അപ്പോൾ അത് സർവനാം പഠിക്കാനൊരു എളുപ്പ വഴി എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക ഈ യ ഉ വ സിമ്പിളാണ് ഈ യ ഉ വ അതായത് ഈ എന്ന് പറയുമ്പോൾ ഇസ്നെ ഇസ്ക ഇസ്കെ ഇസ്കി ഒക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ സർവനാമം ഏതായിരിക്കും യഹ് ആയിരിക്കും ഉസ്നെ ഉസ്ക ഉസ്കെ ഉസ്കി അങ്ങനെ വരുന്നത് ഇതിൻ്റെ സർവനാമം എന്തായിരിക്കും വഹ ആയിരിക്കും അപ്പോൾ ഈ ഒരു സാധനം ഓർത്ത് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഇനി ഇതന്നെ നമുക്ക് ചോദിക്കുന്ന വേറൊരു രീതിയിലും ഇത് ഒന്ന് ഓർത്ത് വെക്കുക അതായത് രാ രേ രി എന്താണ് രാ രേ രി രാ രേ രി അതായത് കാ കേ കി രാ രേ രി കാ കേ കി അതായത് ഇപ്പം ഞാൻ പറയാം മേ ഹം തൂ തും ഇതിൻ്റെ ഒക്കെ കൂടെ പ്ലസ് കാക്കേക്ക് ചേർന്നാൽ എന്ത് വരും മേം പ്ലസ് കാക്കേക്ക് മേരാ മേരെ മേരി ഹം പ്ലസ് കാക്കേക്ക് ഹമാരാ ഹമാരെ ഹമാരി തൂ പ്ലസ് കാക്കേക്ക് തേരാ തേരെ തേരി തും പ്ലസ് കാക്കേക്ക് തുമാരാ തുമാരെ തുമാരി ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഇതിങ്ങനെ പഠിച്ചു നോക്കാം ഇനി 2 ലെറ്റർ ഉള്ളത് അതായത് ഉസേ ഇസേ മുജേ ഉനേം ഇനേം പിന്നെ അങ്ങനെ പോകുന്നുണ്ട് ഹമ്മയും തുമ്മയും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഉസേ പറഞ്ഞാൽ ഇങ്ങനെ 2 അക്ഷരം വരുന്നത് എപ്പോഴും എന്തായിരിക്കും പ്ലസ് കോ ആയിരിക്കും എന്നോർത്ത് വെക്കുക പ്ലസ് കോ അപ്പോൾ എന്തായിരിക്കും വഹ് പ്ലസ് കോ അല്ലേ അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതുകാമല്ലോ ഈ ഇസേന്ന് എന്തായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ വരുമ്പോൾ യാ ആയിരിക്കും അപ്പം യഹ് പ്ലസ് കോ അല്ലേ ഒക്കെ പ്ലസ് കോ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ അപ്പം ബാക്കി മുജേ എന്നുള്ളത് മേം പ്ലസ് കോ ഉനേം എന്നുള്ളത് വേ പ്ലസ് കോ ഇനേം എന്നുള്ളത് എ പ്ലസ് കോ ഹമേം എന്നുള്ളത് ഹം പ്ലസ് കോ തുമേം എന്നുള്ളത് തും പ്ലസ് കോ അങ്ങനെ വരും അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അത് സിമ്പിളായിട്ട് ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാം ചോദ്യം വായിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നാളെ ബയോളജി എക്സാമും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ അത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ചോദ്യമൊക്കെ നന്നായിട്ട് വായിച്ച് ഉത്തരം എഴുതാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്